ഞാനൊരു 2.5 അടിയിൽ നെറ്റിപ്പട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്ത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ്. ഈ റെഡ് വെൽവെറ്റും പിന്നെ അത് ഒരു മഞ്ഞ മെറ്റീരിയലില്ലേ നെറ്റിപ്പട്ടം ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ പുറത്തും ഞാനൊന്ന് വെച്ച് നോക്കിയതാണ് ഇതെല്ലാം. ബാക്കിയൊക്കെ ഞാൻ വെച്ച് കാണിച്ചു തരാം. ഹായ് ഹലോ, വെൽക്കം ടു മോംസ് ഗാർഡിയൻ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ നെറ്റിപ്പട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെറ്റിപ്പട്ടം മേക്കിങ്ങിൻ്റെ ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്, ഓർഡറാണ്. അപ്പം കുറച്ചൊരു 2.5 അടിയിലൊരു നെറ്റിപ്പട്ടമാണ് ഞാനിത് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൽ ആദ്യം എന്ന് പറയുന്നത് നമ്മളിത് സപ്തർഷികൾ വെച്ചിട്ടുണ്ട് മുകളിലായിട്ട്. പിന്നെ ലക്ഷ്മി, പാർവതി, സരസ്വതി, ത്രിമൂർത്തികൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ട് വരുന്നത് നവഗ്രഹങ്ങളും വിശ്വകർമ്മയുമാണ്. പിന്നെ ഈ ഭാഗത്തായിട്ട് വരുന്നത് വിശ്വാമിത്രനും അഷ്ടവസുക്കളുമാണ്. ഈ ഭാഗത്തായിട്ട് വരുന്നത്. പിന്നെ നമ്മളിത് ഇവിടെ വെച്ചിരിക്കുന്നത് മൂലഗണപതിയാണ്. പിന്നെ ഇതിങ്ങനെ ചന്ദ്രക്കല വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചൂരൽപ്പൊളിയാണ്. ഈ ചൂരൽപ്പൊളി വെച്ചിട്ടാണ് നമ്മൾ ഈ വലിയ കുമ്പളങ്ങളും അത് കണക്കിന് ഈ നമ്മുടെ ത്രിമൂർത്തിനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇത് ചൂരൽപ്പൊളി വെച്ചിട്ട് ചെയ്യാം, നാഗവടം വെച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ചൂരൽപ്പൊളി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ത്രെഡാണ് ഉപയോഗിക്കുന്നത്, ഉളൻ ത്രെഡ്. പല പല കളറിലുള്ള ത്രെഡുണ്ട്. പിന്നെ ഇത് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഫെവി ബോണ്ടിൻ്റെ പശയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ബോൾസ് ഇതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബോൾസ് ഇങ്ങനെയാണിത് വരുന്നത്. നമ്മളിത് മുറിച്ച് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. അത് ഇങ്ങനെയുണ്ട്. ഞാനത് കുറേ മുറിച്ചെടുത്തതാണ്. ബാക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മളത്. ബാക്കിയൊക്കെ ഞാനെല്ലാം മുറിച്ചെടുത്തു. ഈ ചൂരൽപ്പുളിയൊക്കെ വരുന്നത് ഇങ്ങനെയെന്ന് വെച്ചാൽ ഇതുപോലെയാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാനത് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കത് വലിയ ബോൾസ് ഉണ്ട്, ഇടത്തരം ബോൾസ് ഉണ്ട്, പിന്നെ ചന്ദ്രക്കലയുണ്ട്. പിന്നെ ഒരു ബോൾസാണ് ഇതിങ്ങനെ വെക്കുന്ന ബോളാണ്. പിന്നെ അവസാനം നമ്മൾ കുഞ്ചളത്തിൽ ഉപയോഗിക്കുന്ന കാളാഞ്ചി കണ്ടോ. ഇതും വെച്ച് ഡെക്കറേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ നെറ്റിപ്പട്ടത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മളിത് കൊറിയർ സർവീസ് ഉണ്ട്. കുറേ ഇത് തരുന്നതാണ് ഓർഡർ അനുസരിച്ച്. പിന്നെ കൊറിയർ ഡെലിവറി ചാർജ് വളരെ തുച്ഛമായ പൈസ നമ്മൾ ഈടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങുക കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ വിശേഷങ്ങൾ. സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. പുതിയ വീഡിയോസായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ വിശേഷങ്ങൾ. ഓക്കെ.